Yes, welcome back. So, MCS 203 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്യാണ്. സോ യൂണിറ്റ് 1ന്റെ നെയിമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഓവർവ്യൂ. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷന്റെ ഉദ്ദേശം. സോ വാട്ട് ഈസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ്. സോ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ അതൊരു പ്രോപ്പർ ഓർഡറിലാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു പ്രോഗ്രാം എന്ന് വിളിക്കും. അങ്ങനെയുള്ള കുറെ പ്രോഗ്രാംസിന്റെ കളക്ഷൻ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻ ആയിട്ട് നമ്മൾ യൂസർ കമ്പ്യൂട്ടർ, അതായത് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളാണ് യൂസർ. ഈ യൂസറും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഡിവൈസസ് ആവാം, മെമ്മറി ആവാം, പിന്നെ സ്കാനർ ആവാം, അങ്ങനെ എന്തോ ആവട്ടെ. സോ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറും യൂസറിന്റെയും ഇടയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇടയിൽ ഒരു ആക്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയേറ്ററി മാനേജർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പെർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിന് ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഈ എൻവയോൺമെന്റ് എങ്ങനെയുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് യൂസറിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫങ്ഷൻ ഓർ മെയിൻ പേർപ്പസ് ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്ക് പല ടൈപ്പിൽ നമുക്ക് വ്യൂ ചെയ്യാം. അതിനെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു റിസോഴ്സ് അലോക്കേറ്റർ ആയിട്ട് നമുക്ക് അതിനെ വിളിക്കാം. റിസോഴ്സ് അലോക്കേറ്റർ. റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരു കമ്പ്യൂട്ടറിന് കുറെ റിസോഴ്സസ് ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഹാർഡ്വെയർ റിസോഴ്സസ് ഉണ്ടായിരിക്കാം, സോഫ്റ്റ്വെയർ റിസോഴ്സസ് ഉണ്ടായിരിക്കാം. ഇപ്പൊ ഹാർഡ്വെയർ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോ മോണിറ്റർ, പ്രിന്റർ, ഇതൊക്കെയും റിസോഴ്സസ് ആണ്. ഓക്കെ. സോഫ്റ്റ്വെയർ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയറിൽ കൂടെ യൂസ് ചെയ്യുന്ന റിസോഴ്സസുകൾ. സോ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മെമ്മറി സ്പേസ്, ഫയൽ അലോക്കേഷൻ സ്പേസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അത് ഹാർഡ്വെയർ സ്പേസ്. ഇതൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിന് ഉണ്ടാവുന്ന റിസോഴ്സസ്. അതായത് സോഫ്റ്റ്വെയർ റിസോഴ്സ് ആവാം, ഹാർഡ്വെയർ റിസോഴ്സ് ആവാം. ഈ റിസോഴ്സസിനെ പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഈ OSനുള്ളത്. ഓക്കെ. സോ ഈ റിസോഴ്സിനെ എല്ലാം പ്രോപ്പറായി മാനേജ് ചെയ്ത് നല്ലൊരു രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉള്ളത്. So operating system act as an interface between the user of a computer and the computer hardware. It is also a resource allocator and it is a manager of the resources, these resources. ഇനി നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഒരു കൺട്രോൾ പ്രോഗ്രാം ആയിട്ട് നമുക്ക് വിളിക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ കൺട്രോൾ പ്രോഗ്രാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് യൂസർ പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യും. എങ്ങനെ? എറേഴ്സ് ഒന്നും ഇല്ലാതെ കമ്പ്യൂട്ടർ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തിട്ട് എറേഴ്സ് ഒന്നും ഇല്ലാതെ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ കൺട്രോൾ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മെയിൻ ആയിട്ട് രണ്ട് ബേസിക് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ സെർവിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബേസിക് പേർപ്പസ് ആണ് അവർ സെർവ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റം റിസോഴ്സസ് പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യാം. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും പ്രോഗ്രാമിന്റെ ഇടയിൽ പ്രോപ്പർ ആയിട്ട് ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്തിട്ട് നല്ല സൂപ്പർ ആയിട്ട് അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ക്രിയേഷൻ ഓഫ് ദ പ്രോഗ്രാംസ്, കോഡിങ്, ഡീബഗിങ്, ദെൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന്റെ മെയിൻ്റനൻസ്, ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയി നിന്ന് ചെയ്തുന്ന ഒരു പേർപ്പസ് ആണ് സെക്കൻഡ് മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പേർപ്പസ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ് അലോക്കേഷൻ, അതിനെ കൺട്രോൾ ചെയ്യുക. സെക്കൻഡ് പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെയും പ്രോഗ്രാമിന്റെ ഇടയിലും ഒരു പ്രോപ്പർലി ഇന്റർമീഡിയറ്റ് ആയിട്ട് നിന്ന് നല്ലൊരു ഇന്റർഫേസ് ആയി നിന്ന് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാം. ഇനി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോ ഈ സൈഡിലുള്ള പിക്ചർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മളൊരു ഇൻപുട്ട് കൊടുത്തപ്പോൾ
ആ പ്രോഗ്രാമിനെ റൺ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം എന്തായി മാറും, ഒരു പ്രോസസ്സായി മാറും. സോ ആ പ്രോഗ്രാമിലോട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടി. സോ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഈ പറയുന്നത്. അതല്ലെങ്കിൽ പല ഫങ്ഷനാലിറ്റീസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ കമാൻഡ് ഇന്റർപ്രറ്റർ ബൈ പ്രൊവൈഡിങ് എ യൂസർ ഫ്രണ്ട്ലി എൻവിറോൺമെന്റ്. കമാൻഡ് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമാൻഡ്സ് കൊടുത്തിട്ട് അത് ചെയ്യുക ഇത് ചെയ്യാന്ന് നമ്മൾ ഇങ്ങനെ ഓർഡർ കൊടുക്കില്ലേ, അതാണ് കമാൻഡ് ഇന്റർപ്രറ്റർ. ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് ഇന്റർപ്രറ്റർ. ഓക്കെ, ഇപ്പൊ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഈ കമാൻഡ് ഇന്റർപ്രറ്റർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ, ഫയൽസ് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ അതിന്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ IO പ്രോഗ്രാമിംഗ്, അതായത് ഇൻപുട്ട് ഡിവൈസസ് പ്രോഗ്രാം ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള റൂട്ടീൻസ് എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈലേഴ്സിന് ആക്സസ് കൊടുക്കുന്നുണ്ട്. എന്തിന്, എന്താ കമ്പൈലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്രോഗ്രാംസിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിൽ നിന്നും ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ. സോ ഈ കമ്പൈലറിന് ആക്സസ് കൊടുക്കുന്നത് ആരാണ്, OS ആണ്. പിന്നെന്താ, ലോഡർ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. ലോഡർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ, അപ്പോ അത് ചെയ്യുന്നുണ്ട് OS. പിന്നെന്താ, കുറെ ഫങ്ഷൻസ് ഉണ്ട്. സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഡിവൈസ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഡിവൈസ് അലോക്കേറ്റ് എന്ന് വെച്ചാൽ ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് IO ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ യൂസർ ഇൻഫർമേഷൻ നീണ്ട കാലത്തേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അഥവാ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ്, ഇങ്ങനെയൊക്കെ പല ഫങ്ഷൻസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് കാണാം, ദിസ് ഇസ് എ അബ്സ്ട്രാക്ട് വ്യൂ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം യൂസർ 1, യൂസർ 2, കുറെ യൂസേഴ്സ് ഉണ്ട്. ഈ യൂസേഴ്സും നെക്സ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ, യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എൻഡ് യൂസേഴ്സ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന ഇതെന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആണ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ്. ഇപ്പോൾ കമ്പൈലേഴ്സ്, അസംബ്ലർ, ഡാറ്റാബേസ് സിസ്റ്റംസ്, ഇതെല്ലാം ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആണ്. പിന്നെ നെക്സ്റ്റ് ലെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. നമ്മുടെ ഇന്നർ പോർഷൻ ആണ് നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. സോ ഈ ബേസിക്കലി നമ്മൾ പറയുമ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെയും യൂസറിന്റെയും ഇടയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് യൂസേഴ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. സോ യൂസേഴ്സും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെയും ഇടയിലാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. സോ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 1-2 എക്സാമ്പിൾസ് എഴുതുക. പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും അതിന്റെ ഇടയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വരുന്നത്. ഇനി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കുറച്ച് ഗോൾസുകൾ ഉണ്ട്. മെയിൻ ഗോൾസ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ഗോളും ഉണ്ട്, സെക്കൻഡറി ഗോളും ഉണ്ട്. സോ സംടൈംസ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് മിസ്റ്റേക്ക് വരും. അതായത് നമ്മൾ ചിലപ്പോൾ പറയും എഫിഷ്യൻസി ആണ് മെയിൻ ഗോൾ എന്ന് പറയും. പക്ഷെ എഫിഷ്യൻസി അല്ല, പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളതാണ്. അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന എൻവയോൺമെന്റിനെ യൂസർ ഫ്രണ്ട്ലി ആക്കുക, അതായത് യൂസേഴ്സിന് നല്ലൊരു എൻവയോൺമെന്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രൈമറി ഗോൾ. സെക്കൻഡറി ഗോൾ എന്ന് പറയുന്നത് ഈ ഹാർഡ്വെയറിനെ എഫിഷ്യന്റ് ആയ മാനറിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അതാണ് എഫിഷ്യൻസി. സോ മെയിൻ ആയിട്ട് വരുന്ന 2 ഗോൾസ് ആണ് അത്. പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് മേക്ക് ദ കമ്പ്യൂട്ടർ കൺവീനിയന്റ് ടു യൂസ്, ആൻഡ് ദ സെക്കൻഡറി ഗോൾ ഈസ് to use the hardware in an efficient manner, or efficiency is the secondary goal. Next we have to move on to the generations of computers. കമ്പ്യൂട്ടേഴ്സിന് പല ജനറേഷൻസ് ഉണ്ട്. നമ്മൾ 0th ജനറേഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ എന്നിട്ട് കാണാം. ഓരോ ജനറേഷനും പെർട്ടിക്കുലർ ഇയർ ഉണ്ട്, അത് യൂസ് ചെയ്തിരുന്ന ഇയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് 0th ജനറേഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 0th ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇലക്ട്രോണിക് വാക്വം ട്യൂബ്സ് യൂസ് ചെയ്തിട്ട് ഉള്ള ഹാർഡ്വെയർ ടെക്നോളജിയാണ് നമ്മൾ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നത്.
ഓക്കെ. അപ്പൊ അതിൽ വരുന്നതാണ് നമ്മുടെ എഡ്വാക്. എഡ്വാക് എന്നാണ് 0th ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറഞ്ഞിരുന്നത്. സോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ പേർപ്പസിനായിരുന്നു മെയിൻ ആയിട്ട് 0th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിരുന്നത്. അതിൽ യൂസ് ചെയ്തിരുന്ന ഹാർഡ്വെയർ ടെക്നോളജി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വാക്വം ട്യൂബ്സ് ആയിരുന്നു. പക്ഷെ ഇത് അത്ര അങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ മെഷീൻ ലാംഗ്വേജിലാണല്ലോ എഴുതിയിട്ടുണ്ടായിരുന്നത്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി 0 1 എന്നുള്ള ആ ഒരു ഇതിലായിരിക്കും പ്രോഗ്രാംസ് എല്ലാം മുന്നേ എഴുതിയിരുന്നത്. സോ ഓരോന്നിനും ഓരോ കോഡ് ഉണ്ടായിരിക്കും അവരെ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ. സോ അങ്ങനെ നടത്തുന്ന ഓപ്പറേഷനെ നമ്മൾ ഓപ്പൺ ഷോപ്പ് എന്നാണ് വിളിച്ചിരുന്നത്. ഓപ്പൺ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു യൂസർ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു കമ്പ്യൂട്ടർ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാല് ആ എൻ്റയർ കമ്പ്യൂട്ടർ മൊത്തം സിസ്റ്റം ആ യൂസറിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ആ മൊത്തം ദിവസങ്ങളും ആ ഒരു ഫുൾ സമയവും ആ യൂസറിന് ആ ഒരു കമ്പ്യൂട്ടർ, വേറെ ആർക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഇൻഎഫിഷ്യന്റ് ആയിരിക്കും ആ സിസ്റ്റം. കാരണം എന്താ, ഒരു ഇൻഡിവിജ്വൽ പ്രോഗ്രാമറിന്റെ കോമ്പിറ്റൻസിനനുസരിച്ചിരിക്കും ആ ഒരു സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി. കാരണം എന്താ, അയാള് കുറെ നേരം യൂസ് ചെയ്യണമെങ്കിൽ അത്രയും സമയം വേറെ ആർക്കും ആക്സസ് കിട്ടാതെ അത് അങ്ങനെ പോകും. സോ അത് അത്ര എഫിഷ്യന്റ് ആയിരുന്നില്ല 0th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, അതായത് വാക്വം ട്യൂബ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വന്നത്. അതായത് 1951ന്റെയും 1956ന്റെയും ഇടയിലാണ് നമ്മൾ അത് യൂസ് ചെയ്തിരുന്നത്. അപ്പോ ഇതില് ആണ് യൂണിവാക് 1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ വന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എക്കേർട്ട് ആൻഡ് മൗട്ട്ലി ആണ്. പിന്നെ IBM അതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് ഡിഫൻസ് കാൽക്കുലേറ്റർ എന്ന് വിളിച്ചിരുന്നു. സോ ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും വാക്വം ട്യൂബ്സ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ ഓപ്പൺ ഷോപ്പ് ആയിരുന്നില്ല ടെക്നോളജി അഥവാ മോഡ് യൂസ് ചെയ്തിരുന്നത് ക്ലോസ്ഡ് ഷോപ്പ് ആയിരുന്നു. ക്ലോസ്ഡ് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് appearance of hired operators who would select the job to be run, initial program, load the system, run the users program and then select another job. അങ്ങനെ മറ്റേല് ഓപ്പൺ ഷോപ്പിൽ എങ്ങനെയായിരുന്നു, ഒരു പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ ആ പ്രോഗ്രാമറിന്റെ കോമ്പിറ്റൻസി അനുസരിച്ചിട്ട് എത്ര സമയം യൂസ് ചെയ്യുന്നു അത്രയും സമയം അത് വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ആദ്യം കുറെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഒരാൾക്ക് ഒരു ജോബ് സെലക്ട് ചെയ്യാം, പിന്നെ വേറെ സിസ്റ്റം ലോഡ് ചെയ്യണമെങ്കിൽ അത് പറ്റും. അങ്ങനെ ആ യൂസർ പ്രോഗ്രാം പെട്ടെന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജോബ് എടുക്കും. അടുത്ത ജോബ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇതുപോലെ ലോഡ് ചെയ്ത് റൺ ചെയ്ത നെക്സ്റ്റ് പ്രോഗ്രാം എടുക്കും. അങ്ങനെ ചെയ്തിരുന്ന ഒരു മോഡിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഷോപ്പ്, അത് യൂസ് ചെയ്തിരുന്ന ഇതായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ. അപ്പൊ ഇവിടെ ഒക്കെ ആകുമ്പോഴേക്കും പ്രോഗ്രാംസ് മെല്ലെ മെല്ലെ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതാൻ തുടങ്ങി. മെഷീൻ ലെവലിൽ നിന്നും ഹൈ ലെവൽ ലാംഗ്വേജിൽ, അതുപോലെ പ്രൊസീജിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഒക്കെ എഴുതാൻ തുടങ്ങി. സോ അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഓപ്പറേറ്റേഴ്സിന്റെ റൂട്ടീൻ എക്സ്പാൻഡ് ചെയ്തു. പക്ഷെ ഇവിടെ എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഹൈ സ്റ്റോറേജ് ആവശ്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു ആ സമയത്ത് ഇറങ്ങിയിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മാറ്റാനൊന്നും, ഒരു ലൊക്കേഷനിൽ നിന്നും ഡിവൈസിനെ വേറെ സിസ്റ്റത്തിനെ വേറെ സ്ഥലത്തോട്ട് മാറ്റാനൊന്നും പറ്റിയിരുന്നില്ല. സോ സ്റ്റോറേജ് ഇഷ്യൂ വന്നു. ഓക്കെ, പിന്നെ എന്തെങ്കിലും ബിസിയോ ഏതെങ്കിലും ഡിവൈസ് പൊട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മൊത്തം ഡിവൈസ് തന്നെ റൺ ചെയ്യാതെ കിടക്കുന്ന ഒരു പ്രശ്നം വന്നു. അപ്പൊ അങ്ങനെയുള്ള ഇൻഎഫിഷ്യൻസീസ് വന്നപ്പോൾ എന്ത് ചെയ്തു, മോണോ പ്രോഗ്രാംഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ മോണോ പ്രോഗ്രാംഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ കുറെയൊക്കെ ഹ്യൂമൻ ഇന്റർവെൻഷൻ കുറക്കാൻ തുടങ്ങി. ഹ്യൂമൻ ഇന്റർവെൻഷൻ കുറക്കുക എന്ന് പറയുമ്പോൾ കൂടുതലും മെഷീൻ തന്നെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലോട്ട് വന്നു തുടങ്ങി. അങ്ങനെയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വന്നത്. സോ ഫസ്റ്റ് ജനറേഷനിലും സെക്കൻഡ് ജനറേഷനിലും വാക്വം ട്യൂബ്സ് തന്നെയാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ജനറേഷനിൽ ക്ലോസ് ഓപ്പൺ ഷോപ്പും 0th ജനറേഷനിൽ ഓപ്പൺ ഷോപ്പും ഫസ്റ്റ് ജനറേഷനിൽ ക്ലോസ്ഡ് ഷോപ്പുമാണ് യൂസ് ചെയ്ത മോഡ്. പിന്നെ മറ്റേതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെഷീൻ ലാംഗ്വേജിലായതുകൊണ്ട് ആ ഒരു ഇൻഎഫിഷ്യൻസി അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ മെഷീൻ ലെവൽ ലാംഗ്വേജിൽ നിന്നും പ്രൊസീജിയർ ഓറിയന്റഡ് ഹൈ ലെവൽ ലാംഗ്വേജസിൽ പ്രോഗ്രാംസ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒന്നും കൂടെ എഫിഷ്യൻസി വന്നു. പക്ഷെ സ്റ്റോറേജ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ മോണോ പ്രോഗ്രാംഡ് കൺസെപ്റ്റ് വന്നു. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്വം ട്യൂബ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ട്രാൻസിസ്റ്റേഴ്സ് വന്നു തുടങ്ങി.
ഇമ്പ്രൂവ്മെന്റ് വന്നു തുടങ്ങി ടെക്നോളജിയിൽ. സോ ഒന്നുകൂടി പ്രോസസ്സിങ് ഫാസ്റ്ററായി. മോണോ പ്രോഗ്രാംഡ് ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റംസ് വന്നു തുടങ്ങിയപ്പോൾ എന്താ ഈ ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട സെറ്റ് ഓഫ് ജോബ്സിനെ ഒരു ബാച്ച് ആക്കി നിർത്തിയിട്ട് ഒരുമിച്ച് കൊടുക്കും. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യും, അത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യും, അടുത്ത ബാച്ച്, അങ്ങനെ ബാച്ച് വൈസ് ആയിട്ട് എക്സിക്യൂഷൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ള എക്സിക്യൂഷൻ ആയി. അപ്പൊ ഇങ്ങനെ ബാച്ച് വൈസ് എക്സിക്യൂഷൻ തുടങ്ങിയപ്പോൾ ഇതില് ഒരു ഡാറ്റ ചാനൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഡാറ്റ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും സെപ്പറേറ്റ്ലി പ്രോസസ് ചെയ്യും. മാത്രമല്ല CPU ആയിട്ട് ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ CPU അതിൻ്റെതായിട്ടുള്ള വർക്ക് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം IO ഓപ്പറേഷൻസും സെപ്പറേറ്റ്ലി ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ചിലപ്പോൾ നമ്മൾ ചെയ്തു വെച്ചത് ബഫർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ഡാറ്റ നമ്മൾ മാഗ്നറ്റിക് ടേപ്പിൽ നിന്നോ ഒക്കെ നമ്മൾ ബഫറിലേക്ക് റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ബഫറിലോട്ട് റൈറ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൻ പ്രോസസ്സറിലോട്ട് മാറ്റാം. സോ അവിടെ എന്ത് വന്നു, IO ഓവർലാപ്പിംഗ് വന്നു. IO ഓവർലാപ്പിംഗ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്, ഇറ്റ് അലൗവിങ് സ്ലോവർ മെക്കാനിക്കൽ IO ടു occur concurrently വിത്ത് മെയിൻ പ്രോഗ്രാം പ്രോസസ്. അതായത് മെയിൻ പ്രോഗ്രാം പ്രോസസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ IO ഓവർലാപ്പിംഗ് കൂടെ വന്നു തുടങ്ങി. IO ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ചാനലിൽ നമ്മൾ ഇപ്പൊ ഒരു മാഗ്നറ്റിക് ടേപ്പിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്തത് നമ്മൾ ബഫർ ചെയ്ത് വെച്ചതും അതും വേറെ ഡാറ്റനെ നമ്മൾ ഓൾറെഡി റീഡ് ചെയ്ത് വെച്ചതിനെ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഓവർലാപ്പിംഗ് നടക്കുക ഡാറ്റ. അങ്ങനെ മെയിൻ പ്രോസസ്സിങ്ങിന്റെ കൂടെ അങ്ങനെ ഒരു ഇത് വന്നു, IO ഓവർലാപ്പിംഗ് കൂടെ വന്നു. സോ ഈ ഡാറ്റ ചാനലിനെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു ചാനൽ പ്രോഗ്രാം ആയിരുന്നു. അതുപോലെ തന്നെ IO കൺട്രോൾ റൂട്ടീൻസും ആണ്. ഇവരെല്ലാം ഇനീഷ്യേറ്റ് ചെയ്യുക CPU ഇൻസ്ട്രക്ഷൻ വഴിയാണ്. സോ ചാനൽ എന്ത് ചെയ്യും, ബഫറിൽ നിന്നും ഡാറ്റനെ ഇൻഡിപെൻഡന്റ്ലി പ്രോസസ് ചെയ്ത് അവിടെ നിന്ന് എടുത്ത് എന്ത് ചെയ്യും, IO ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഡാറ്റ ചാനൽ വന്നുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോങ് വിത്ത് മെയിൻ CPU പ്രോഗ്രാംസ് IO ഓപ്പറേഷൻസ് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ അതൊരു നമുക്ക് നല്ലൊരു ഗുണമാണ്. കാരണം എന്താ, രണ്ടും പാരലലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയാ പ്രൊവൈഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത ഒരു ടെക്നിക്ക് പോളിംഗ് ആണ്. പോളിംഗ് അത്ര ഇൻഎഫിഷ്യന്റ് ആയിരുന്നില്ല. പിന്നെ ഇൻട്രപ്റ്റ് മെക്കാനിസം യൂസ് ചെയ്തു. ഇൻട്രപ്റ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IO വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു ഇൻട്രപ്റ്റ് കൊടുക്കുക, ഒരു സിഗ്നൽ കൊടുക്കുക CPU-ന്, ഒരു മെസ്സേജ് കൊടുക്കുക. അതാണ് ഈ ഇൻട്രപ്റ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്റർവെൽ ക്ലോക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ system libraries became more comprehensive and system libraries were set up to spool input output from slower devices. പിന്നെ ഇതിലെന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ മെയിൻ ആയിട്ട് വന്ന മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് IO ആൻഡ് ഡാറ്റ ചാനൽ കമ്മ്യൂണിക്കേഷൻ അടക്കം എന്ത് സംഭവിച്ചു, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് ഡെവലപ്മെന്റ് സംഭവിച്ചു. അതാണ് ഈ ഒരു ജനറേഷൻ, സെക്കൻഡ് ജനറേഷന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡിവൈസസ് കുറെ അവൈലബിൾ ആയി തുടങ്ങിയപ്പോൾ, അതായത് ഇപ്പോൾ മാഗ്നറ്റിക് ടേപ്പ് പോലെയുള്ളതൊക്കെ വന്നപ്പോൾ അതിനൊക്കെ പിന്നെ എന്തായി മാറി, മാഗ്നറ്റിക് ഡിസ്ക് വെച്ച് റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. ഒന്നും കൂടെ സ്റ്റോറേജ് ഉള്ള മാഗ്നറ്റിക് ഡിസ്ക് ഒക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ അതും ഒരു ഡെവലപ്മെന്റ് ആയിട്ടാണ് വന്നത്. ഓക്കെ, അതാണ് അപ്പൊ സെക്കൻഡ് ജനറേഷൻ. ഇനി സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് നോക്കാം. സെക്കൻഡ് ജനറേഷനിൽ വന്ന് കുറേശ്ശെ ആയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു ബാച്ച് പ്രോസസ്സിംഗ് ആണ് യൂസ് ചെയ്തിരുന്നത്. അത് തന്നെ സീക്വൻഷ്യൽ ബാച്ച് പ്രോസസ്സിംഗ് ആണ് യൂസ് ചെയ്തിരുന്നത്. സീക്വൻഷ്യൽ ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓർഡറിലായിട്ട് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ ഓർഡറിൽ പോകുന്നതിനെയാണ് സീക്വൻഷ്യൽ ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറയാം. അപ്പോ സീക്വൻഷ്യൽ ബാച്ച് പ്രോസസ്സിംഗ് വന്നപ്പോ അതൊരു ലിമിറ്റേഷൻ ആണ്. കാരണം എന്താ, ഒന്ന് കഴിയണ വരെ മറ്റുള്ള ബാച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, അങ്ങനെ. അപ്പൊ എന്ത് ചെയ്തു റിസർച്ചേഴ്സ്, പിന്നെയും ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്ന് നോക്കി തുടങ്ങി. അങ്ങനെ മൾട്ടി പ്രോഗ്രാമിങ്ങും മൾട്ടി പ്രോസസ്സിങ്ങും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ ടൈം ഷെയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്, ടൈം ഷെയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെറ്റ് ഓഫ് പ്രോസസ്സസിന് ഒരു സമയം കൊടുക്കും. ഇപ്പൊ P1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് 5 സെക്കൻഡ് അല്ലെങ്കിൽ 5 മില്ലി സെക്കൻഡ് ആണെങ്കിൽ P2-നും 5 മില്ലി സെക്കൻഡ്. അത് കഴിഞ്ഞാൽ, അതായത് ആ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോഗ്രാമിന് ചാൻസ് കിട്ടും.
ആ 5 മില്ലി സെക്കൻഡ് കഴിഞ്ഞാൽ P3ക്ക് കിട്ടും. അങ്ങനെ എല്ലാ പ്രോസസ്സിനും ഈക്വൽ ടൈം ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ടൈം ഷെയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. CTTS എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അതായത് കോമ്പാറ്റബിൾ ടൈം ഷെയറിംഗ് സിസ്റ്റം. പിന്നെ അതൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. ഇതിൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ, CPU ചുറ്റും കുറെ യൂസേഴ്സ് ഉണ്ട്. അതിലൊരു യൂസർ റെഡി സ്റ്റേറ്റിലുണ്ട്, ആക്റ്റീവ് സ്റ്റേറ്റിലുണ്ട്, യൂസർ 4, യൂസർ 3, അങ്ങനെ കുറെ യൂസേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഇവിടെ ഈ ആക്റ്റീവിലുള്ളവർക്കാണ് CPU ഡയറക്ട്ലി ഇന്ററാക്ഷൻ കൊടുക്കുന്നത്. പക്ഷെ ടൈം ഷെയറിംഗ് ആകുമ്പോൾ കുറച്ച് സമയം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത ആൾക്ക് കിട്ടും, പിന്നെ നെക്സ്റ്റ് ആൾക്ക് കിട്ടും. അങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്, വർക്കിംഗ് വരുന്നത് ടൈം ഷെയറിംഗ് സിസ്റ്റത്തിന്റെ. ഓക്കെ, നെക്സ്റ്റ് ജനറേഷൻ ഇസ് തേർഡ് ജനറേഷൻ. തേർഡ് ജനറേഷൻ പീരീഡ് ഇസ് ഇൻ ബിറ്റ്വീൻ 1964 to 1979. സോ ഒഫീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 1964 അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ IBM കുറച്ച് ഫാമിലി ഓഫ് കമ്പ്യൂട്ടേഴ്സ് തന്നെ അനൗൺസ് ചെയ്തു. 360 ഫാമിലി ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് അതിന്റെ പേര്. സോ ഹാർഡ്വെയർ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. നമ്മള് 0th ജനറേഷനിലും ഫസ്റ്റ് ജനറേഷനിലും ഇലക്ട്രോണിക് വാക്വം ട്യൂബ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ അത് ട്രാൻസിസ്റ്റേഴ്സ് ആയി മാറി. സോ തേർഡ് ജനറേഷൻ ആയപ്പോഴേക്കും ടെക്നോളജി ഡെവലപ്മെന്റ് വന്നു, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഒന്നുകൂടെ സ്പീഡും എക്കണോമിക്കലി ഒന്നുകൂടെ നല്ല ഒരു അഡ്വാൻറ്റേജ് കിട്ടി തുടങ്ങി. സോ നമുക്ക് ഈ തേർഡ് ജനറേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് മൾട്ടി പ്രോഗ്രാമിംഗ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അതായത് മോർ ദാൻ 1 പ്രോഗ്രാംസ് ആർ റണ്ണിങ് കൺകറന്റ്ലി അറ്റ് ദ സെയിം ടൈം. ഓക്കെ, നൗ ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, 2 സിസ്റ്റം പ്രോഗ്രാംസ് ആണ് പുതിയതായിട്ട് വന്നത്. ഒന്ന് സിസ്റ്റം റീഡർ ആൻഡ് ദ അതർ വൺ ഈസ് സിസ്റ്റം റൈറ്റർ. സോ സിസ്റ്റം റീഡർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ജോബ്സ് നമ്മുടെ കാർഡിൽ നിന്നും ഡിസ്കിലോട്ട് മൂവ് ചെയ്യും. സിസ്റ്റം റൈറ്റർ എന്ത് ചെയ്യും, ആ ഡാറ്റ, അതായത് എന്താണോ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ളത് ആ ജോബ് ഔട്ട്പുട്ടിനെ ഡിസ്കിൽ നിന്നും പ്രിന്ററിലേക്കോ ടേപ്പിലേക്കോ കാർഡ്സിലോട്ടോ മൂവ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റം റൈറ്റർ എന്ന് പറയാം. സോ ഇവിടെ മെയിൻ ആയിട്ട് മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്തത്. മെയിൻ ആയിട്ട് 2 സിസ്റ്റം പ്രോഗ്രാംസ് ആണ് ഉള്ളത്. ഒന്ന് സിസ്റ്റം റീഡറും സിസ്റ്റം റൈറ്ററും. സിസ്റ്റം റീഡർ വിൽ മൂവ് ദ ഇൻപുട്ട് ജോബ് ഫ്രം കാർഡ് ടു ഡിസ്ക്. System writer will move the output job or job output from disk to cards. Okay, so ഇവിടെയും ഒരു ഡാറ്റ ചാനൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ് എ ടൈം നമുക്ക് എന്തുണ്ടാവാം, യൂസർ പ്രോഗ്രാം ഉണ്ടായിരിക്കും, സിസ്റ്റം റീഡർ പ്രോഗ്രാം ഉണ്ടായിരിക്കും, സിസ്റ്റം റൈറ്റർ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഡാറ്റ ചാനലില് ഇവര് മൂന്നും ഉള്ളത് കൊണ്ട് CPU ഐഡിൽ ആയിട്ട് ഇരുത്തുന്ന ആ ഒരു പ്രകൃതം ഇവിടെ തീരില്ല. അതായത് CPU വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈം, അതായത് വെയിറ്റിംഗ് ടൈം ഓഫ് ദ CPU ഇസ് വെരി മച്ച് ഡിക്രീസ്ഡ് ഹിയർ ബിക്കോസ് കൺകറന്റ്ലി മോർ ദാൻ 1 പ്രോഗ്രാംസ് ആർ ഓൾവേസ് അവൈലബിൾ. സോ CPU എപ്പോഴും വർക്ക് ചെയ്യാനുണ്ടായിരിക്കും. സോ അങ്ങനെ ആകുമ്പോൾ എന്തതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPU വെയിറ്റിംഗ് ടൈം കുറക്കാം. മാത്രമല്ല സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയും ത്രൂപുട്ട് മീൻസ് എത്ര ഔട്ട്പുട്ട് നമുക്ക് ഒരു ഇത്ര സമയത്തിന്റെ ഉള്ളിൽ കിട്ടും അതും കൂട്ടാൻ പറ്റും. റിസോഴ്സ് യൂട്ടിലൈസേഷനും വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ വന്നപ്പോ കുറച്ച് കോംപ്ലക്സിറ്റീസ് ആഡ് ആയി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. കാരണം എന്താ, CPU ഇതെല്ലാം കൺകറന്റ് ആയിട്ട് ചെയ്യണ്ടേ, ഐഡിലായി ഇരിക്കാതെ. മറ്റേതെന്ന് പറയുമ്പോൾ ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ ആ വർക്ക് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റിലോട്ട് പോവുക. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു വർക്കിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞ് അപ്പൊ ആ സമയം വെറുതെ ഇരിക്കാതെ നെക്സ്റ്റ് ജോബ് എടുക്കും. അപ്പോ ഇൻപുട്ട് ക്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ വന്നു. അതായത് ജോബ്സ് റെഡി ആവുന്ന ജോബുകളെല്ലാം ഒരു ക്യൂയിലോട്ട് അസൈൻ ചെയ്യും അക്കോർഡിംഗ് ടു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് പോളിസി. അതായത് ഏത് ജോബാണോ ആദ്യം വന്നത് ആ ജോബ് ആദ്യം ഇൻപുട്ട് ക്യൂയിലോട്ട് പോകും. എന്നിട്ട് നമ്മളൊരു റൂള് വെച്ചിട്ട് CPU തീരുമാനിക്കും ഏത് റൂളാണ്. ഫസ്റ്റ് വന്ന ജോബിനെ ഫസ്റ്റ് എടുക്കും, അത് റീഡ് ചെയ്ത് റൈറ്റ് ചെയ്ത് പിന്നെ അടുത്തതിനെടുക്കും. അങ്ങനെ ഒരു ഇൻപുട്ട് ക്യൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നത്തെ ഒരു ഇത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂളിംഗ് ആണ്. സ്പൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അറ്റ് ദ സെയിം ടൈം മെയിൻ മെമ്മറിയിൽ മോർ ദാൻ 1 പ്രോഗ്രാം ഉള്ളത് കൊണ്ട് നമുക്ക് മോർ ദാൻ 1 യൂസർ പ്രോഗ്രാം ആക്റ്റീവ് ആയതുകൊണ്ട് സ്പൂളിംഗ് സിസ്റ്റത്തിനും കുറച്ച് ഒരു എഫക്റ്റ് ഇവിടെ വന്നു. കാരണം നമുക്ക്
ഇവിടുത്തെ സ്കൂളിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ഫാക്ട് ഹാഡ് മൾട്ടി പ്രോഗ്രാമിംഗ്. കാരണം അത് അങ്ങനെ വെച്ചിട്ടും, അതായത് മെയിൻ മെമ്മറിയിൽ മോർ ദാൻ വൺ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ മൾട്ടി പ്രോഗ്രാമിംഗ് ഇവിടെ വളരെയധികം എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ നമ്മൾ പറഞ്ഞു ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ മെയിൻ ആയിട്ട് മൾട്ടി പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ ഈ മൾട്ടി പ്രോഗ്രാമിംഗ് വന്നപ്പോ ഹാർഡ്വെയറിൽ കുറെ മാറ്റങ്ങൾ വന്നു. എന്തെല്ലാമാണ് ആ മാറ്റങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് കപ്പാസിറ്റി ഹൈ സ്പീഡ് ഡിസ്ക് യൂണിറ്റ്സ് വെർ അവൈലബിൾ. അതായത് ഡിസ്ക് യൂണിറ്റുകളുടെ കപ്പാസിറ്റി കൂട്ടാൻ തുടങ്ങി, ഹൈ സ്പീഡ് ആയി തുടങ്ങി. എന്നാലാണ് നമുക്ക് എന്താ കുറെ സ്പൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻപുട്ട് ജോബ്സിനെ നമുക്ക് അതിൽ അക്കോമഡേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കൊരു ബ്ലോക്ക് ഓഫ് കോഡിനെ മെമ്മറിയുടെ അകത്ത് തന്നെ കൂടുതൽ ഓവർഹെഡ് ഇല്ലാതെ റിലോക്കേറ്റ് ചെയ്യാൻ, വേറെ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ അതും എളുപ്പമായിരുന്നു. പിന്നെ സ്റ്റോറേജിനെ ഇവിടെ നമ്മൾ കുറെ എണ്ണത്തിന് സ്റ്റോർ ചെയ്യുന്ന വെക്കുന്നതിന്റെ ഒപ്പം തന്നെ പ്രൊട്ടക്ഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദ അവൈലബിലിറ്റി ഓഫ് സ്റ്റോറേജ് പ്രൊട്ടക്ഷൻ ഹാർഡ്വെയർ വാസ് എൻഷുർഡ്. സോ അതിന്റെ അർത്ഥം എന്താ, ഒരു യൂസർ ജോബ് മറ്റേ യൂസറുമായിട്ട് ഇന്ററാക്ഷൻ ഇല്ലാതെ പ്രൊട്ടക്ട് ചെയ്തിട്ട് സൂപ്പർ ആയിട്ട് തന്നെയാണ് അത് റൺ ചെയ്ത് പോകുന്നത് എന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ്. സോ സ്റ്റോറേജ് പ്രൊട്ടക്ഷൻ വാസ് ദർ. പിന്നെ മാൽ ഫങ്ഷനിങ്, അതുപോലെ മെഷീനിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇന്ററപ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയും കൂടെ ഹാർഡ്വെയറിൽ വന്നു. പിന്നെ പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് വന്നപ്പോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റി, കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റി. പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേർണലിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ്, അതായത് യൂസേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അഡ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റി. സോ അങ്ങനെ കുറെ മാറ്റങ്ങളാണ് ഹാർഡ്വെയറിൽ വന്നത്. സോ അത്രയാണ് തേർഡ് ജനറേഷൻ. തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് മൾട്ടി പ്രോഗ്രാമിംഗ് തന്നെയാണ്. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം റീഡറും റൈറ്ററും ഉണ്ടായിരുന്നു. സോ എപ്പോഴും സ്പൂൾ ചെയ്ത് വെക്കും ജോബ്സിനെ. ഒരു ഇൻപുട്ട് ക്യൂ എന്നുള്ള കൺസെപ്റ്റ് വന്നു. അങ്ങനെ CPU വെയിറ്റിംഗ് ടൈമും കുറച്ചു, റിസോഴ്സ് യൂട്ടിലൈസേഷൻ കൂട്ടി, ത്രൂപുട്ടും കൂടാൻ പറ്റി. സോ അങ്ങനെ വന്നപ്പോൾ കുറെ ഇംപ്രൂവ്മെന്റ്സ് ഹാർഡ്വെയറിലും വന്നു, അതായത് ഹാർഡ്വെയർ ഇന്നോവേഷൻസ് വന്നു. നെക്സ്റ്റ് ഈസ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1979 തൊട്ട് നമ്മളിപ്പോൾ പ്രസന്റ്ലി യൂസ് ചെയ്യുന്നതെല്ലാം ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ്. അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞു തേർഡ് ജനറേഷനിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്തിരുന്നത്, IC. പക്ഷെ അത് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടായിരുന്നു ആ ടെക്നോളജി, LSI എന്ന് പറയും. പിന്നെ അതിനൊന്നും കൂടി ഡെവലപ്മെന്റ് ആയിട്ട് VLSI എന്ന് പറയുന്ന ടെക്നോളജി വന്നു, അതായത് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. ഇത് വെച്ചിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം ഒരു ചെറിയ ചിപ്പില് തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിനെ നമ്മൾ എംബഡ് ചെയ്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്തത്. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, വർക്ക് സ്റ്റേഷൻസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നൗ ഒന്നും കൂടിയും ഹാർഡ്വെയറിൽ എന്ത് വന്നു, ഇംപ്രൂവ്മെന്റ്സ് വരുന്നു ടെക്നോളജിയിൽ. സോ അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ മൾട്ടി പ്രോഗ്രാമിങ്ങും ടൈം ഷെയറിങ്ങും യൂസ് ചെയ്യാൻ തുടങ്ങി. ടൈം ഷെയറിംഗ് എന്ന് പറയുമ്പോൾ അറിയാം, ഒരു പെർട്ടിക്കുലർ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ടൈം ഓരോ പ്രോഗ്രാംസിനെ അലോക്കേറ്റ് ചെയ്തിട്ട് പ്രോഗ്രാംസിനെ റൺ ചെയ്യാൻ സഹായിക്കുന്നതാണ് ടൈം ഷെയറിംഗ്. സോ ഇതില് നമ്മുടെ നെറ്റ്വർക്ക് OS, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക് സിസ്റ്റം ഈച്ച് ഹാവ് ദെയർ ഓൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഗ്മെന്റഡ് വിത്ത് കമ്മ്യൂണിക്കേഷൻ കേപ്പബിലിറ്റീസ്. സോ ഇവിടെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് യൂസേഴ്സിന് റിമോട്ട്ലി ലോഗിൻ ചെയ്യാൻ പറ്റും സിസ്റ്റത്തിൽ. എന്നിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നെറ്റ്വർക്ക്, നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ നെറ്റ്വർക്കിന്റെ സഹായത്തില് റിമോട്ട്ലി യൂസേഴ്സിന് കമ്പ്യൂട്ടറിലുള്ള റിസോഴ്സസ് ആക്സസ് ചെയ്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഡോസ് IBMന്റെ ആണ്, പിന്നെ യുണിക്സ്, ഇതൊക്കെ അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 കവർ ചെയ്തിട്ടുള്ളത്. അതായത് മെയിൻ ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, പിന്നെ നമ്മൾ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, 0 ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ. So I hope you all understand the class. So thank you so much.